ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 3 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം കണ്ടൻസ് മിൽക്ക് ഒഴിക്കുകയാണ്. കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീയ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിന് ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം കൂടുതലുള്ള പാലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു സോസ് പാനിലേക്ക് ഞാൻ 1/2 കപ്പോളം ഷുഗർ ഇട്ട് കൊടുക്കുവാണ്. ഈ ഷുഗർ തന്നെ ഇട്ട് വേണമെങ്കിലും കാരമലൈസ് ചെയ്യാം. ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കളർ മാറി മാറി നമുക്ക് വേണ്ടിയ കളർ ഏകദേശം ഈ കളർ വരുമ്പോഴത്തേനും നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് കളർ മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് കഴിക്കും. അതുകൊണ്ട് ഏകദേശം ഈ കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബട്ടറെല്ലാം ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേനും ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ലോ ഫ്ലെയിമിലോട്ടൊന്ന് ആക്കുക. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കണ്ടൻസ് മിൽക്കും കൂടെ ചേർന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ഉടനെ ചിലപ്പോൾ ഇതങ്ങ് ഒത്തിരി അങ്ങ് കട്ടയാകുന്ന പോലെ വരും. അത് നമ്മൾ കുറച്ചൊന്ന് കണ്ടിന്യൂസ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ശരിയായിക്കോളും. കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു 3 മുട്ടയിലേക്ക് ഒരു നുള്ള ഉപ്പും 1/2 ടീസ്പൂണോളം വാനില എസൻസും ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതായാലും ചേർത്താൽ മതി. അത് കുറച്ച് കൂടുതൽ ചേർക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബീറ്റ് ചെയ്യുകയോ വിസ്ക് ചെയ്യുകയോ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പാലും കണ്ടൻസ് മിൽക്കും ചേർന്ന മിക്സ് നന്നായി തണുത്ത ശേഷം നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പം മിക്സ് ചെയ്യുമ്പം ഇത് ബീറ്റ് ചെയ്യണമെന്നില്ല. ബീറ്റർ ഇവിടെ റെഡി ആയിരുന്നതുകൊണ്ട് ഞാൻ ബീറ്റർ ഉപയോഗിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് സ്പൂൺ വെച്ചാണെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി പുഡിംഗ് റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഒന്ന് ചെറുതായിട്ട് ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തേക്കുന്ന മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് നിറഞ്ഞൊഴിക്കേണ്ട. ഇത്രയും ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം ഇനി ഇതിൽ നമുക്കൊന്ന് കവർ ചെയ്യണം. നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റീമിലെ വെള്ളമെല്ലാം കൂടി ഇതിൻ്റെ മുകളിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് കവർ ചെയ്യുന്നത്. ഞാൻ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റീമറിൻ്റെ അടപ്പും എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റോളം ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്രൂവറോ ടൂത്ത് പിക്കോ വല്ലതും വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അത് ക്ലീനായിട്ടാണ് വരുന്നെങ്കിൽ അത് റെഡിയാണ്. ഇതൊരു 2 മണിക്കൂറോളം നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അതേ അടിപൊളിയായിട്ട് നമുക്ക് ഈ പുഡിങ് റെഡിയാക്കി കിട്ടും. ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളൂ. അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.